ഹായ് ഗൈസ്, ഫൈനലി കുറേ മാസങ്ങൾക്ക് ശേഷം ഇപ്പം ലാസ്റ്റ് എൻ്റെ യൂട്യൂബിൽ നോക്കിയറിയാം. ലാസ്റ്റ് ഞാൻ എന്തോ 6 months അഗോ ഐ തിങ്ക്, എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് ഞാൻ വീഡിയോ ഇട്ടത്. കുറേ മാസങ്ങൾക്ക് ശേഷം ഇവിടെ നോക്കണല്ലേ, ഐ എം ബാക്ക് ഗൈസ്. ഞാനങ്ങനെ തിരിച്ചു വന്നിരിക്കുന്നു. ഇത്ര കാലം എന്തുകൊണ്ട് വീഡിയോ ഇട്ടില്ല എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല, മടി. അത് തന്നെയാണ് മെയിൻ കാരണം. അങ്ങനെ ഇന്നൊരു ചെറിയൊരു കുട്ടി വ്ളോഗ് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. വളരെ ചെറിയതായിരിക്കും, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഒരു ചെറിയ വ്ളോഗ് അത്ര തന്നെ. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ എണീച്ച് ഞാൻ പക്ഷേ ഇങ്ങനെ ചെറിയ റീൽസും ഷോർട്സ് എല്ലാം കണ്ട് അങ്ങനെ കിടന്ന്. അപ്പോൾ ഇനി ബ്രഷെല്ലാം ഓൾറെഡി ചെയ്ത് ഇനി നമുക്ക് പോയിട്ട് വല്ല കഴിക്കാനും എന്തെങ്കിലും ഉണ്ടാക്കാം. കാരണം ഇവിടെ ഇപ്പം ഞാൻ അലോണാണ്. എൻ്റെ ഉമ്മ അപ്പ അവരെല്ലാം ഫാമിലിയെല്ലാം നാട്ടിൽ പോയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും തിന്നണമെങ്കിൽ ഞാൻ തന്നെ ഉണ്ടാക്കണം, ഞാൻ തന്നെ കുക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കാം. പിന്നെ ഈ ബാക്കിൽ കാണുന്ന സ്റ്റിക്കേഴ്സ് ഇതെല്ലാം അവൻ്റെ ഒരു കലാവിരുദ്ധാണ്. എൻ്റെ മിസ്റ്റർ ഹസ്ബൻഡിൻ്റെ എന്തൊക്കെയോ കലാവിരുദ്ധത. അവന് വരുന്ന സമയത്ത് ഇങ്ങനെ കുറേ സംഭവങ്ങളെല്ലാം സെറ്റ് ചെയ്യും. ഓരോരോ വട്ട് എന്താ പറയുക, ഇതിപ്പം കംപ്ലീറ്റ്ലി സെറ്റായിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം സെറ്റാക്കണം. കാരണം ഇത് കണ്ട ഇതെല്ലാം ഇങ്ങനെ കുറേ മുന്നേ കുറേ എന്തെല്ലാം ഒട്ടിച്ചിട്ട് അതിൻ്റെ എല്ലാം കുറേ എന്തെല്ലോ സംഭവങ്ങളുണ്ട്. ഇവിടെ ഫുൾ പെയിൻ്റെല്ലാം അടിച്ച് സെറ്റാക്കിയിട്ട് ഇത് ഫുള്ളും സെറ്റ് ചെയ്തെടുക്കണം. അതുകൊണ്ടാണ് ഈ പ്ലാസ്റ്റിക് ഒന്നും പറിക്കാണ്ട് ഇങ്ങനെ തന്നെ അങ്ങ് വെച്ചത്. ജസ്റ്റ് ഒന്ന് സ്റ്റിക്ക് ചെയ്ത് വെച്ചതാണ്, വെറുതെ ജസ്റ്റ് ഷോ ഓഫ്. അപ്പം ഇനി നമുക്ക് നമ്മളെ കാര്യങ്ങളിലേക്ക് പോകാം. ഇതാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇറ്റ്സ് ഓൾമോസ്റ്റ് 1 o'clock ആയിരിക്കുന്നു. അതുകൊണ്ട് നമുക്കിതിനെ ബ്രഞ്ച് എന്ന് വിളിക്കാം. അപ്പോൾ ഞാൻ നല്ല ഗീ കൊണ്ടുണ്ടാക്കി നല്ല ഗീ ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ ചട്നി, ദെൻ ചായ നോർമലി ഞാൻ ബ്ലാക്ക് കോഫിയാണ് കുടിക്കാറ്. പക്ഷേങ്കിൽ ഇന്ന് ചായ കുടിക്കാനൊരാഗ്രഹം, സോ ചായ ഉണ്ടാക്കി. ഈ ഒരു ചമ്മന്തി ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയായിരിക്കും ഉണ്ടാക്കാൻ. പക്ഷേങ്കിൽ ഇത് ഈ ഒരു ദോശേൻ്റെ കൂടെ ഞാൻ ക്വിക്ക്ലി ഉണ്ടാക്കുന്നൊരു ചമ്മന്തിയാണ്. ഞാനായാലും ഉമ്മയല്ല. നല്ല അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തി. ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി അറിയാത്ത ആൾക്കാർക്ക് ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബിലോ. അപ്പം റെസിപ്പി ആയിട്ട് വേറൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും, ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ഇടാനുള്ളൂ. കാരണം അത്രയും പെട്ടെന്ന് അത്രയും കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് ക്വിക്ക്ലി മേക്ക് ചമ്മന്തി, അങ്ങനെ അത് ഇവിടെ പറയും. ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വേണം ക്ലീനിങ് പരിപാടിയിലേക്ക് കടക്കണം. ഞാൻ നോർമലി ചോറ് കഴിക്കൽ കുറവാണ്. ഒറ്റക്കാണെങ്കിലും ഞാൻ ചോറ് അങ്ങനെ കഴിക്കാൻ നിൽക്കില്ല. കാരണം തടിയുണ്ടേ അത്യാവശ്യം. അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനെ നോർമലി കഴിക്കാറ്. സമയം എത്ര ആയാലും ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് കഴിക്കും. ജസ്റ്റ് വിശപ്പ് മാറണം, അത്രയല്ലേ ഉള്ളൂ. അതാണല്ലോ നമ്മുടെ ഫോക്കസ്. ഇവിടുത്തെ പണിയെല്ലാം ചെയ്യാൻ അറ്റ്ലീസ്റ്റ് എനിക്ക് കുറച്ച് എനർജി വേണം. അപ്പം വല്ലതും കഴിക്കണം. അതിനാണ് ഞാൻ കഴിക്കുന്നത്. അങ്ങനെ റമദാനൊക്കെ വരാൻ പോവുകയാണല്ലേ ഗൈസ്. ഇനിയിപ്പം എല്ലാവരും അതിൻ്റെ തിരക്കിലും പ്രത്യേകിച്ചൊരു ഭയങ്കര ഒരു എന്താ പറയണ്ട, പോസിറ്റീവ് എനർജി കിട്ടുന്നൊരു മന്താണത് റമദാൻ എന്ന് പറഞ്ഞാൽ. ഞാൻ ഇൻഷാല്ലാ മാക്സിമം റമദാൻ സമയത്ത് അറ്റ്ലീസ്റ്റ് ഷോർട്സ് എങ്കിലും ഞാൻ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കും ഇൻഷാല്ലാ. വ്ളോഗിൻ്റെ കാര്യം ഞാൻ കൺഫേം പറയുന്നില്ല. ഷോർട്സ് മാക്സിമം ഞാൻ ഇടാൻ നോക്കും. മടിയാണ് ഗൈസ്, നല്ല മടിയാണ്. വീഡിയോ എടുക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റാണ്. പക്ഷേ അത് എഡിറ്റ് ചെയ്ത് ഇടുമെന്ന് വെച്ചാൽ ഭയങ്കര ടാസ്ക്കാണ്. ഓരോ യൂട്യൂബേഴ്സ് എല്ലാം എങ്ങനെയാണ് ഇത്ര കഷ്ടപ്പെട്ട് ഇടുന്നത്, സമ്മതിക്കണം കേട്ടോ. അവർ ആ ഒരു
സംഭവം ഈ എഡിറ്റ് ചെയ്തിടുന്നതല്ലോ ശരിക്കും സമ്മതിക്കണം. അപ്പോൾ കഴിച്ചിട്ട് കാണാം. ഫുഡ് അങ്ങനെ കഴിച്ച് കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് ചായ കുടിക്കാം. ഞാൻ മുന്നേ എടുത്ത വീഡിയോയിൽ ജസ്റ്റ് ഒന്ന് പോയിട്ട് നോക്കിയപ്പോൾ ഞാനതിൽ ഇരുന്ന് ഭയങ്കര ഷോ ഓഫായിട്ട് പറയുന്നുണ്ട്. നോർമലി ഞാൻ ബ്ലാക്ക് കോഫിയാണ് കുടിക്കാറ് എന്നല്ല പറയുന്നുണ്ട്. അത് ആക്ച്വലി ടങ് സ്ലിപ്പാണ്. അങ്ങനെയല്ല, ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടാണ് ബ്ലാക്ക് ടീ ആണ് കുടിക്കുന്നത്. മറ്റേ കഫക്കെട്ടിൻ്റെ ഇഷ്യൂ എല്ലാം ഉള്ളതുകൊണ്ട് പാല് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ്. പക്ഷേ എൻ്റെ നോർമലി എൻ്റെ ടീൻ്റെ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാൽ ചായയാണ്. പാൽ ചായ വിട്ടിട്ടുള്ള കളിയില്ലല്ലോ മലയാളികൾക്ക്, അല്ലേ? അപ്പോൾ പാൽ ചായയാണ് ഞാൻ കുടിക്കാറ്. പക്ഷേ ഇങ്ങനെ കഫക്കെട്ടിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് അവോയ്ഡ് ചെയ്തിട്ട്, പാലിനെ അവോയ്ഡ് ചെയ്തിട്ട് ബ്ലാക്ക് ടീ കുടിക്കുന്നതാണ്. ബ്ലാക്ക് ടീ ഓർ ബ്ലാക്ക് കോഫി. പക്ഷെങ്കിൽ ഇന്ന് എന്തോ അറിയില്ല, ഭയങ്കര കുറേ ദിവസങ്ങൾക്ക് ശേഷം കുടിക്കാനൊരു ഭയങ്കര ഒരു ക്രേവിങ്സ്. ഞാൻ ഓൾമോസ്റ്റ് ഇപ്പോൾ 1 വീക്ക് അങ്ങനെ എന്തോ ആയി, 1 or 2 വീക്സ് എന്തോ ആയി ഞാൻ പാല് അധികം കുടിക്കാത്തത്. അപ്പോൾ ഇപ്പോൾ ഒരു ഭയങ്കര കുടിക്കാനൊരാഗ്രഹം അങ്ങനെ. അപ്പം ഇനി നമുക്ക് ചായം കൂടി കുടിച്ചിട്ട് അങ്ങനെ ബ്രഞ്ച് കഴിക്കുന്നതും ചായ കുടിക്കുന്നതും എല്ലാ പരിപാടിയും കഴിഞ്ഞിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ റൂഫി മോളെ ഒന്ന് പോയിട്ട് ജസ്റ്റ് നോക്കാം. ഞാനിതുപോലെ രാവിലെ അല്ല, ഉച്ചയ്ക്ക് ഞാൻ എപ്പോഴാണ് എണീക്കുന്നത് അന്നേരം അത് കഴിഞ്ഞ് ചായയെല്ലാം കുടിക്കുന്നത് ഇവിടെ ഒന്ന് വന്നിട്ട് നോക്കും ജസ്റ്റ്. ഓൾറെഡി ഫുഡെല്ലാം കൊടുത്തിട്ട് എല്ലാം സെറ്റാക്കി കൊടുക്കും. ഫുഡ് വെള്ളമെല്ലാം അതെല്ലാം സെറ്റാക്കി വെച്ച് കൊടുക്കും. പക്ഷേ ഇങ്ങനെ ഒന്ന് വന്നിട്ട് ജസ്റ്റ് ഒന്ന് നോക്കും അവൾ ഓക്കെ ആണോ എന്നെല്ലാം നോക്കും. സംഭവം പുള്ളിക്കാർക്ക് ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഫുഡും വെള്ളത്തിനും വെള്ളം എല്ലാം ഉണ്ട്. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വിശന്ന് ഇരിക്കേണ്ട അവസ്ഥ അങ്ങനെയൊന്നും വരില്ല. അവളെ നല്ല അടിപൊളിയായിട്ടാണ് കെയർ ചെയ്യുന്നത്. അല്ലേ റൂഫി? അല്ലേ റൂഫിമ്മ സുന്ദരി? ഇനിയിപ്പോൾ കൂട് കണ്ട ഞാൻ ഇന്നലെ നല്ല പെർഫെക്റ്റ് കണ്ട ഭയങ്കര ക്ലീനാക്കി. ഇന്നലെ ഞാൻ നല്ല അടിപൊളിയായിട്ട് പെർഫെക്റ്റായിട്ട് ക്ലീനാക്കി വെച്ചതാണ്. ഇത് പിന്നെ ഈ ടൈൽസിൻ്റെ കളർ കണ്ട അതങ്ങനെ ഫുള്ളങ്ങനെ പോയി, അതുകൊണ്ട് അതങ്ങനെ കാണുന്നത്. അവൾ അവിടെ തന്നെ അപ്പിയിടുക. അപ്പോൾ അവിടെ അപ്പിയിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് പോകും. എന്നിട്ട് അതിങ്ങനെ വാഷ് ചെയ്തിട്ട് അങ്ങോട്ടേക്കാക്കും. അങ്ങനെ ചെയ്യാറ്. ഇതാണ് അവളുടെ ഒരു ചെറിയൊരു വീട്. ക്യൂട്ടല്ലേ? അല്ലേ റുഫി? ഇങ്ങോട്ടൊക്കെ ഹായ് പെണ്ണേ. അവൾക്ക് പുറത്ത് ചെയ്യണം. ഓക്കെ, ഇങ്ങനെ ഈ കൂട്ടിലിരിക്കുന്നത് തീരെ ഇഷ്ടമല്ല. അവൾക്ക് ഇങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ വരണം. പക്ഷേ എങ്കിൽ ഞാനങ്ങനെ വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ക്ലീനെല്ലാം ചെയ്യുന്നല്ലേ, അതുകൊണ്ടാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകാത്തത്. അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളിങ്ങനെ ഓടി കളിച്ച് ഇങ്ങനെ എല്ലാം നടന്ന് കളിക്കും. അവിടെ ഇടിയെല്ലാം ഓടിയിട്ട് ഇങ്ങനെ രോമോ ഇതെല്ലാം ആക്കിയിട്ട് പിന്നെ അടിച്ചു വരാനൊന്നും വിടൂല. അടിച്ചു വരുന്നിടത്തെല്ലാം ഇങ്ങനെ കളിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ക്ലീൻ ആക്കുന്നത് കൊണ്ട് മാത്രമാണ് കേട്ടത്. അല്ലെങ്കിൽ അവൾ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക രാത്രി വരെ. രാവിലെ വന്ന് കെട്ടിയാൽ പിന്നെ രാത്രിയാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് കൂട്ടിലാക്കുള്ളൂ. പക്ഷെ ഇതിപ്പോൾ ക്ലീനിങ് പരിപാടി എനിക്കിപ്പോൾ ചെയ്യണം, അതുകൊണ്ടാണ്. അല്ലേ റൂഫി? ഇവിടെ ഇരിക്കുക കേട്ടോ പൊന്നെ, ഇപ്പോൾ ഇരിക്കുക കേട്ടോ സുന്ദരി. ഒരു പരിപാടി കഴിഞ്ഞിരിക്കുന്നു. റൂഫീനെ വന്നിട്ട് നോക്കി. ഇനി ഞാൻ നോർമലി വൈകുന്നേരം 4-3 മണി വരെ ഞാനിങ്ങനെ ഫോണിൽ കളിച്ചിരിക്കുക ചെയ്യുക. ഷോർട്സ് റീൽസ് എല്ലാം കണ്ട് ഇങ്ങനെ ഇരിക്കും. പഠിക്കാനുണ്ടെങ്കിൽ അത് പഠിക്കും, അങ്ങനെയല്ലായിരുന്നു. എന്നിട്ട് വൈകുന്നേരമാണ് ഞാൻ എന്ത് ചെയ്യുക, ക്ലീനിങ് പരിപാടിയിലേക്ക് കിടക്കുക. പക്ഷെ ഇന്ന് ഒരു ചേഞ്ച് ഉണ്ടായിരിക്കുന്നു. അതായത് ഞാനിന്ന് വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് എല്ലാം വേഗം അങ്ങ് ചെയ്ത് തീർക്കുക എന്ന് കരുതി. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുകയും ചെയ്യാം. അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒന്നും കാണിച്ചു തരുന്നില്ല. ചെറിയ പോർഷൻസ് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഞാൻ ചെറിയൊരു വ്ളോഗ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ തന്നെ എനിക്കതൊന്ന് കുറേ ലെങ്ത് ആയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് ചെറിയ പോർഷൻസ് വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ആക്കാം. അപ്പോൾ ഞാൻ വ്ളോഗ് എടുക്കുന്നത് കൊണ്ട്, നോട്ട് ദ പോയിൻറ്റ്, ഞാൻ വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് ഇപ്പം ഞാൻ ക്ലീൻ ചെയ്ത് എല്ലാം ഒതുക്കാൻ പോവുകയാണ്. നമുക്ക് ക്ലീൻ ചെയ്യാം ഗൈസ്. ഞാൻ ആദ്യം തന്നെ കിച്ചണിലേക്കാണ് ക്ലീൻ ചെയ്യാൻ വരാറ്. കിച്ചൺ ഫുള്ള് ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് കിടക്കാറ്. അപ്പോൾ നമുക്ക് കിച്ചണിൽ ആദ്യം തുടങ്ങാം.
അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് കിച്ചൺ ക്ലീൻ ആക്കുന്നൊന്നും ഞാൻ ഓൾറെഡി ഏതെല്ലോ ഒരു വീഡിയോസിലെല്ലാം ഞാൻ ഓൾറെഡി ഇങ്ങനെ ക്ലീനിങ് ചെയ്ത പരിപാടിയെല്ലാം ഞാൻ ഓൾറെഡി കാണിച്ചതാണ്. അതുകൊണ്ട് ഞാനതിങ്ങനെ കാണിച്ചിങ്ങനെ വെറുപ്പിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഞാൻ വരാം. ഓക്കെ, കിച്ചൺ പരിപാടി കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ നേരെ റൂമുകളിലേക്ക് കിടക്കണം. ഞാൻ ഓരോരു സെക്ഷൻ ബേസ് ആയിട്ട് ക്ലീൻ ചെയ്യുക. ഫസ്റ്റ് കിച്ചണ്, ദെൻ 2 റൂം, 3 റൂം. അതിൽ 2 യൂസ് ചെയ്യുന്നുള്ളൂ. ഒന്നിങ്ങനെ ജസ്റ്റ് എന്താ പറയുക, ഇങ്ങനെ നമ്മളെ വേണ്ടാത്ത സാധനങ്ങളെല്ലാം ഉണ്ടാവില്ല, അതെല്ലാം ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് അങ്ങനെ വേസ്റ്റ് റൂം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതൊരു യൂസ് ചെയ്യാനെല്ലാം പറ്റിയൊരു റൂമാണ്. മറ്റേ ബാത്റൂം കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതങ്ങനെ കിടക്കുന്നത്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 3 റൂം ക്ലീൻ ചെയ്യും. എന്നിട്ട് ആണ് അടിച്ചുവാരലേക്ക് കിടക്കുക. അടിച്ചുവാരൽ, പൊടി തട്ടൽ, മണ്ണാമ്പില തട്ടൽ, ഈ വക പണികളിലേക്ക് കിടക്കുക. ഇനിയിപ്പോൾ റൂം ക്ലീൻ ആക്കണം. നോർമലി ഞാൻ ഇരുന്ന് അങ്ങനെയാണ് പണി ചെയ്യുക. പക്ഷേങ്കിൽ ഇപ്പം ഞാൻ വ്ളോഗ് എടുക്കുന്ന കാരണത്താൽ ഞാനങ്ങനെ ലാഗ് ആക്കുന്നില്ല. പെട്ടെന്ന് എല്ലാം അങ്ങനെ ചെയ്ത് തീർക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ വ്ളോഗ് അപ്ലോഡ് ചെയ്യാമല്ലോ. അത് അപ്പോൾ ഇനി എന്തിലേക്ക് കിടക്കാം? ക്ലീനിങ് ചെയ്യാം. നമുക്കിനി റൂം ക്ലീൻ ചെയ്യാം. ഇതാണ് ഇപ്പം എൻ്റെ റൂമിൻ്റെ അവസ്ഥ. വളരെ മെസ്ഡപ്പായിട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് കിടക്കുന്നത്. വളരെ മെസ്ഡപ്പാണ്. ഇതിങ്ങനെ രാവിലെ എണീച്ച് വരുമ്പോഴുള്ള ഒരു കോലം ഇത്. ആക്ച്വലി ഇതിനെ വേണം ഇപ്പം ക്ലീനാക്കി എടുക്കാൻ. ഇനി നമുക്ക് മേശ അടുക്കി പെറുക്കി വെക്കുന്ന ഘട്ടത്തിലേക്ക് കടക്കാം. അങ്ങനെയൊന്നും അടുക്കി പെറുക്കി വെക്കാനൊന്നും ഉണ്ടാവില്ല. ഞാൻ വളരെ നല്ലൊരു കുട്ടി ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക, അങ്ങനെ മെസ്ഡപ്പായിട്ടൊന്നും ഇരിക്കാറില്ല. അതുകൊണ്ട് അങ്ങനെ വലിയ മേശമൊന്നും അങ്ങനെ അടുക്കി പെറുക്കി വെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. ഞാൻ ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ലെറ്റ് മീ ഷോ യു. വോയിസ് വളരെ ക്ലീൻ ആയിട്ട് ഇതൊരു ടവല. ഇത് വളരെ ക്ലീനായിട്ട് ഇരിക്കുന്നുണ്ടോ? അങ്ങനെയൊന്നും ഇതൊന്നും അങ്ങനെ ഇതാക്കിയിട്ട് വൃത്തിയേടാക്കി വെക്കുന്ന പരിപാടിയൊന്നും ഇല്ല. എപ്പോഴും നല്ല ക്ലീനായിട്ടിരിക്കും മേശയെല്ലാം ആകുമ്പോൾ. ഞാൻ ഏറ്റവും കൂടുതൽ മെസ്ഡപ്പ് ആക്കുന്ന ഏരിയയാണ്. മെസ്ഡപ്പ് ആക്കുന്നത് ഇതാണ്, ബെഡിൻ്റെ ഏരിയയാണ്. അപ്പോൾ അവിടെയാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ക്ലീൻ ആക്കേണ്ട ടാസ്ക് വരിക. മേശയെല്ലാം ജസ്റ്റ് ഒന്ന് പൊടിയെല്ലാം തട്ടി തുടക്കാനുള്ള അത്രയേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ സ്റ്റിക്കേഴ്സിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ മുന്നേ പറഞ്ഞിട്ടുണ്ടായത്. ഇത് പിന്നെ വലിയ കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇതിൻ്റെ ഒരു തേങ്ങയും എനിക്കറിയില്ല. അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി കൂടുതലൊന്നും പറയുന്നില്ല. ഇത് അവിടെ മാറ്റി മൂലക്ക് അവിടെ വെക്കാം. ഇതെല്ലാം അവൻ്റെ സെറ്റപ്പാണ്. അതൊന്നും എനിക്ക് അതുമായിട്ട് ഒരു ബന്ധവും ഇല്ല. ഒതുക്കിപ്പറുക്കലെല്ലാം കഴിഞ്ഞിരിക്കുന്നത്, അതെല്ലാം സെറ്റാക്കി. ഇനി പൊടിമുട്ടൽ പരിപാടിയിലേക്ക് ആണ് ഇനി കിടക്കേണ്ടത്. പക്ഷേ അതിന് മുന്നേ അപ്പുറത്തെ ആ 2 റൂമും കൂടി ഒന്ന് സെറ്റാക്കണം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. ബെഡ്ഷീറ്റെല്ലാം പിരിക്കണം. പക്ഷേ ഞാനൊന്നും ഇങ്ങനെ എല്ലാം ലെവലാക്കി വെച്ചത് ജസ്റ്റ് കാണിച്ചു തരുന്നതാണ്. എല്ലാം ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അപ്പുറത്തെ റൂമിലേക്ക് കിടക്കണം. ഞാൻ പറഞ്ഞില്ലേ, പെയിൻറ്റിങ് എല്ലാം ചെയ്യണം, എന്നാലാണ് റൂമിൻ്റെ കംപ്ലീറ്റ് ലുക്ക് സെറ്റാവുള്ളൂ. ഇത് പിന്നെ എനിക്ക് സെറ്റ് ചെയ്തതാണ്. ഒരു സ്റ്റഡി ഏരിയ പോലെ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തതാണ്. ഇവിടെ ഞാനിങ്ങനെ ബുക്സ് കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ പഠിപ്പിൻ്റെ കാര്യം പിന്നെ പറയണ്ട, മടി പിടിച്ചിട്ട് അങ്ങേയറ്റം എടുക്കുക. ബുക്ക് പിന്നെ തൊട്ടിട്ടില്ല. അന്ന് ലാസ്റ്റ് എക്സാമിന് വെച്ചത്, പിന്നെ തൊട്ടിട്ടില്ല ഇത്. അപ്പോൾ അതെല്ലാം ഇനിയൊന്ന് പൊടി തട്ടിയെടുത്ത് പഠിക്കാനെല്ലാം തുടങ്ങണം. അപ്പോൾ ഇങ്ങനെയാണ്. പിന്നെ ഈ ലൈറ്റ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓണായിട്ട് കാണിച്ചു. ലൈറ്റ്സ് ഇങ്ങനെ ഓണാക്കി കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനത്തെ ഈ ഒരു ലുക്ക് ഉണ്ടാവും. നല്ലൊരു പീസ്ഫുൾ ഒരു ഏരിയ ആണിത്, ഈ ഒരു സ്റ്റഡി ഏരിയ എന്ന് പറഞ്ഞാൽ. പക്ഷേ കുറച്ചും കൂടി ഇത് കുറച്ചധികം ഇനിയും സെറ്റാക്കാനുണ്ട്. പെയിൻറ്റിങ്സ് കാര്യങ്ങൾ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് വെക്കണം. അത് പിന്നെ ആർട്ടിഫിഷ്യലാണോ റിയൽ വെക്കണോ അതെല്ലാം ചിന്തിക്കണം. ഏതാ രസം ഉണ്ടാവുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറച്ച് ഏസ്തെറ്റിക് വൈബാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇനിയും കുറേ സെറ്റാക്കി എടുക്കാനുണ്ട്. ഇതിപ്പോൾ ജസ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 40% ആയിട്ടേ ഉള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ സെറ്റാക്കി എടുക്കണം. ഇത് പിന്നെ കുറച്ചൊരു പോസിറ്റീവ് വൈബ് ഇരിക്കട്ടെ എന്ന് വെച്ചാൽ കുറച്ച് തോട്ട്സിൻ്റെ സ്റ്റിക്കേഴ്സെല്ലാം ഒട്ടിച്ചതാണ്. അങ്ങനെ ഇതുപോലെ തന്നെ കുറച്ച് സ്റ്റിക്കേഴ്സും കുറച്ച് കൂടുതലെല്ലാം ഇങ്ങനെ ഒട്ടിച്ച് സെറ്റാക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ സ്റ്റഡി ഏരിയ. ഇനി നമുക്ക് എന്ത് ചെയ്യുക, അടുത്ത റൂമിലേക്ക് ക്ലീൻ ചെയ്യാൻ പോവാം. ഇനി ഈ റൂമിലേക്ക് ഇവിടെ പിന്നെ അങ്ങനെയൊന്നും യൂസ് ചെയ്യാത്തതുകൊണ്ട്, അവരില്ലാത്തതുകൊണ്ട് യൂസ് ചെയ്യാത്തതുകൊണ്ട് അങ്ങനെയൊന്നും ഇല്ല. പക്ഷെ എന്നാലും നമുക്ക് ഈ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റണോ. അവർ വരുമ്പോഴത്തേക്ക് കുറച്ച് നല്ല മൊഞ്ചാക്കി വെക്കേണ്ട റൂം. അപ്പോൾ ഈ ബെഡ്ഷീറ്റെല്ലാം ഒന്ന് മാറ്റി ഒന്ന് പൊടിയെല്ലാം തട്ടി ഒന്ന് അടിച്ചെല്ലാം വാരി അങ്ങനെ എടുക്കണം. വേറെ പിന്നെ അടുക്കി പെറുക്കാനൊന്നും ഇവിടെ ഇല്ല ഒന്നും, കാരണം യൂസ് ചെയ്യാത്തതുകൊണ്ട്.
ഈ ഒരു ചെറിയ പണികൾ ചെയ്ത് തീരുമ്പോഴത്തേക്ക് തന്നെ സൈഡെന്ന് വെച്ചാൽ ക്ഷീണം അങ്ങനെയൊന്നുമല്ല, ഇത് ഭയങ്കര ചൂടാണ്. അപ്പോൾ ഇങ്ങനെ ഭയങ്കര ചൂടെടുക്കുന്നു എന്താ പറയുന്നില്ല, ഭയങ്കര ചൂടെടുക്കുന്നു. ഞാനാണെങ്കിൽ വെള്ളം കുടിച്ചിട്ടേ ഇല്ല ഒട്ടും, രാവിലെ തൊട്ട് വെള്ളം ഒട്ടും കുടിച്ചില്ല. അതുകൊണ്ട് വെള്ളം കുറച്ച് വെള്ളം കുടിക്കാമെന്ന് വിചാരിച്ച്. ഇരുന്നാൽ പിന്നെ ഇരുന്നിടത്തായി പോകും. എന്തെങ്കിലും റീൽസോ ഷോർട്സോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ അധികം ഇരിക്കുന്നില്ല, ജസ്റ്റ് വെള്ളം കുടിച്ചിട്ട് അടുത്ത പണിയിലേക്ക് കിടക്കാം. ഇനി എന്നാ ഇവിടെ ഒന്ന് പൊടിയെല്ലാം മുട്ടണം. പിന്നെ നമ്മൾ റമദാൻ സംബന്ധിച്ച് നമ്മൾ നനച്ചുള്ളി പരിപാടിയിലുണ്ടാവില്ല, അതെല്ലാം ഓൾറെഡി അതെല്ലാം കഴിഞ്ഞിട്ട് തന്നെ ഉമ്മ പോയത്. അതുകൊണ്ട് അങ്ങനെ വലിയ ഡീപ്പ് ക്ലീനിങ് എന്ന് പറഞ്ഞിട്ട് ചെയ്യാനും മാത്രം ഇല്ല. പിന്നെ നമ്മളെപ്പോഴും മന്ത്ലി വൺസ് നമ്മൾ മന്ത്ലി 2 വീക്സ് വൺസ് അങ്ങനെ തോന്നുന്നു, അങ്ങനെ നമ്മൾ ഇതാക്കലുണ്ട്, ഒരു ഡീപ്പ് ക്ലീനിങ് പോലെ എപ്പോഴും ചെയ്യാറുണ്ട്. വീട് എപ്പോഴും കട്ടായി പോകുന്നു, സ്റ്റോറേജിൻ്റെ പ്രശ്നം കാരണം വീഡിയോ എടുക്കിടയ്ക്ക് കട്ടായി പോകുന്നു. അത് കട്ടാകുമ്പോൾ പിന്നെ എവിടുന്ന് തൊട്ടിട്ടാണ് പറഞ്ഞതെന്നുള്ള ഒരിത് ഓർമ്മ കിട്ടുന്നില്ല. അപ്പം ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? പിന്നെ വീഡിയോ കാര്യം ഭയങ്കര ഷോക്കാണ് ഗൈസ്, വീഡിയോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോകുന്നു. അപ്പോൾ പിന്നെ അത് ഞാനിങ്ങനെ കൂടുതൽ ആപ്പാണ് ഡിലീറ്റ് ആക്കുക, കുറേ ആപ്പ് ഡിലീറ്റ് ആക്കി കളയും, എന്നിട്ട് ആവശ്യമുള്ള സമയത്ത് ഡൗൺലോഡ് ചെയ്യുക. പിന്നെ കുറേയെല്ലാം ജിമെയിൽ കുറേ ഇങ്ങനെ കിടക്കുന്നുണ്ട്, അപ്പോൾ അതാണ് ഇങ്ങനെ സ്റ്റോറേജ് ഇഷ്യൂ വരുന്നത്. പക്ഷേങ്കിൽ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജിമെയിൽ കുറേ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്, കുറേ എൻ്റെ പ്രൂഫ്സ് കാര്യങ്ങൾ, ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ അതെനിക്ക് ജിമെയിൽ അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഡിലീറ്റ് ആക്കാൻ പറ്റില്ല, ചൂസ് ചെയ്ത് സെലക്റ്റീവായിട്ട് ഡിലീറ്റ് ആക്കണം. പക്ഷേ അത് ടൈം എടുക്കും, ഇരുന്ന് ചെയ്യേണ്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ സ്റ്റോറേജ് ഭയങ്കര ഷോക്കായിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അധികം ലാഗ് ആക്കാണ്ട് പെട്ടെന്ന് ചെറിയ ക്ലിപ്സ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാം. അപ്പോൾ ഇനി എന്നാലും ഞാൻ കുറച്ച് ഇരുന്നതിന് ശേഷം അടുത്ത പണിയിലേക്ക് കടക്കും. ഒന്നുമില്ല, ആസ് യൂഷ്വൽ എപ്പം ചെയ്യുന്ന പോലെ എല്ലാവരും വീട്ടിൽ ചെയ്യുന്ന പോലെ പൊടി മുട്ട അടിച്ചു വാരുക, തുടക്കുക, ഇതെല്ലാം തന്നെ. അപ്പോൾ ഞാൻ അധികം അത് കാണിച്ചിട്ട് എൻ്റെ സ്റ്റോറേജ് ഞാൻ ഷോക്കാക്കുന്നില്ല. ഇനിയിപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വരാം. അങ്ങനെ എൻ്റെ പണിയെല്ലാം കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. അയ്യോ, കുറേ നേരത്തെ കഷ്ടപ്പാടിനൊടുവിൽ ഞാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞ് അടിച്ചു വാരി തുടച്ച് പൊടി മുട്ടിയിട്ടെല്ലാം അടിച്ചു വാരി തുടച്ച് അങ്ങനെ എല്ലാ പണിയും ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് ബെഡ്ഷീറ്റ് പിരിക്കണം, അത്രയേ ഉള്ളൂ. 2 റൂമിലൊന്ന് ബെഡ്ഷീറ്റ് പിരിക്കണം, അത്ര തന്നെ. ബാക്കിയെല്ലാം ഞാൻ ചെയ്ത് കഴിഞ്ഞ് തളർന്നു പോയോ. ഒന്നാമത് ഞാനിങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ചെയ്തതായതുകൊണ്ട് എന്തോ ഭയങ്കര വിറയലെല്ലാം വന്നു. എനിക്ക് ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിൽ വിശക്കുമ്പോൾ പെട്ടെന്ന് ഇങ്ങനെ വിറയലെല്ലാം വരും. അത് കുറേ ആൾക്ക് റിലേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ തളർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ തണുത്ത എന്തെങ്കിലും കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയല്ലേ. പാട്ട കണ്ടിട്ട് ആരും ഒന്നും വിചാരിക്കേണ്ട, എനിക്ക് പാട്ടേ കുടിക്കുന്ന ഇഷ്ടം. അന്തസ് നല്ല സുഖം, ആശ്വാസം കിട്ടി. ഇനി കുളിക്കണം. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ്, ഇനി പോയിട്ടൊന്ന് കുളിക്കണം. പിന്നെന്താ, ഇന്ന് ഫുഡ് ഉണ്ടാക്കണ്ട, ഇന്ന് പുറത്ത് പോയിട്ടാണ് ഫുഡ് കഴിക്കുന്നത്, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കുന്ന അതെല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം, അതുകൊണ്ട് ഫുഡ് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. പിന്നെ വേറൊന്നുമില്ല പ്രത്യേകിച്ച്. ഫ്രഷ് ആവുക, പിന്നെ പഠിക്കാനെല്ലാം ഉണ്ട്, പക്ഷെ ഭയങ്കര മടി. എന്ത് ചെയ്യാനാ, മടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയായിപ്പോയി. അപ്പം ഇനി ഫ്രഷ് ആവുക, അത്ര. നല്ല തണുത്ത നാരങ്ങ വെള്ളമാണ് ഞാൻ ഉണ്ടാക്കിയത്, നല്ല രസമുണ്ട്, നല്ല സുഖമുണ്ട്. എന്താ പറയണ്ട, കുറേ അധ്വാനത്തിലൊടുവിൽ തണുത്ത കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതൊന്ന് വേറെ തന്നെയാണ്. നല്ല ചൂടാണ്. നമ്മൾ പണിയെല്ലാം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഭയങ്കര രീതി. ഇപ്പോൾ ഞാൻ ഫേസെല്ലാം കഴുകിയിട്ട് വന്നതാണ്, ഇങ്ങനെയൊന്നല്ലായിരുന്നു, നല്ല വേർത്ത് പണ്ടാരടങ്ങിയായിരുന്നു. ഇപ്പം ഫേസെല്ലാം കഴുകി സെറ്റായിട്ട് വന്നതാണ്. എന്നാൽ ഞാൻ പോയി കുളിച്ച് ഫ്രഷായിട്ട് വരാം. ഇനിയുള്ള ദിവസങ്ങളിൽ റമദാൻ സ്റ്റാർട്ട് ചെയ്ത ഈ ഒരു സമയം എന്ന് പറയുന്നത് ഇതുപോലെ എല്ലാവരും കുറേ വിശന്നിട്ടും ദാഹിച്ചിട്ടും ഇരുന്ന് അറ്റ് ലാസ്റ്റ് 6 മണിക്ക് വന്ന് 6:30 തോന്നും ബാങ്കല്ലേ, 6:30 വന്ന് ആ ഒരു മൊമെൻറ്റ് അതായിരിക്കും ഇനി എല്ലാവരെയും മെയിൻ ഫോക്കസ്. അതൊരു വല്ലാത്തൊരു ഫീലിംഗ് അല്ലേ, അത്രയും സമയം ഭയങ്കര ഇതായിട്ട് ഇരുന്ന് എന്നിട്ട് ലാസ്റ്റ്
പക്ഷേ നമ്മൾ അത്രയും സമയം ഇരുന്ന് നമ്മൾ വിചാരിക്കും കുറേയെല്ലാം നമ്മൾ അങ്ങ് അടിച്ച് കയറ്റി അങ്ങ് തിന്നു എന്നെല്ലാം വിചാരിക്കും. പക്ഷേങ്കിൽ ആ സമയത്ത് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് തന്നെ വയറങ്ങ് ഫുള്ളാവും. അങ്ങനെയായിരിക്കും കുറേ ആൾക്ക്, ഓൾമോസ്റ്റ് കുറേ ആൾക്ക് അങ്ങനെയായിരിക്കും ഉണ്ടാവുക. എനിക്കങ്ങനെയാണ്. ഇനിയിപ്പം കുറേ ഒരു യുദ്ധക്കളം തുടങ്ങാൻ പോവുകയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. ആ ഒരു 6 മണിക്കേക്ക് അല്ല, ആ ഒരു ബാങ്ക് കൊടുക്കുന്ന സമയത്തേക്ക് എല്ലാം സെറ്റാക്കേണ്ടിയിട്ട് ഇനിയുള്ള ഒരു സമയങ്ങൾ എല്ലാ വീടുകളിലും അങ്ങനെയാണ് ഉണ്ടാവുക. നിങ്ങളെല്ലാം വീട്ടിൽ റമദാൻ പ്രമാണിച്ച് എല്ലാം സ്റ്റാർട്ട് ചെയ്തോ, എല്ലാ ഒരുക്കങ്ങളും തുടങ്ങിയോ എന്നെല്ലാം ഒന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്ത് പറ കേട്ടോ, നോക്കാമല്ലോ. വീഡിയോ കുറേ എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഞാനൊരു ഇൻട്രോ പോലും ഒന്നൊരു വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ആലോചിച്ചത്. പിന്നെ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ, ഞാൻ കുറേ കാലങ്ങൾക്ക് ശേഷം വരുന്നതല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് മിസ്റ്റേക്കുകളെല്ലാം ഉണ്ടാവും, മറന്നുപോയത സംഭവം. അപ്പോൾ പിന്നെ അതിൻ്റെ അങ്ങനത്തെ ഒരു ഫോർമാലിറ്റീൻ്റെ ആവശ്യമില്ല, നമ്മളെല്ലാം ഒരു ഫാമിലിയാണല്ലോ അല്ലേ, അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് കം ടു ദ പോയിൻറ്റ്. ഇനി എന്താണ്, കുളിയല്ലേ? കുളിച്ചിട്ട് വരാം. ഇനി കുളിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു ഗൈസ്. കുളിച്ചെല്ലാം ഫ്രഷായിട്ട് വന്ന് കുളി കഴിഞ്ഞാൽ പ്രത്യേകിച്ചിട്ട് ഒരു പരിപാടിയില്ല. കുളി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു സ്കിൻ കെയർ അങ്ങനത്തെ പരിപാടിയൊന്നും എനിക്കില്ല. ജസ്റ്റ് ഞാനൊരു എൻ്റെ മൂടി ആരോ പൊട്ടിച്ച് ഇതിങ്ങനെയാണ് ഇപ്പം കിടക്കുന്നത്, അതാണ് ഞാൻ നോക്കി. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസർ ക്രീം ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കും. നമ്മൾ മന്തി തിന്നാൻ വന്നിരിക്കുകയാണ് ഗൈസ്. മന്തി തിന്നാൻ നമ്മൾ സ്വന്തം ചാർക്കോളിലേക്കാണ് വന്നിട്ടുള്ളത്. ഓൾറെഡി കൊടുത്ത് ഇപ്പോൾ ഫുഡിന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണ്. ഞാൻ രാവിലെ നിങ്ങൾക്ക് ഓൾറെഡി കാണിച്ചു തന്നില്ല, രാവിലെ ഞാനൊരു ദോശയും കഴിച്ചിരുന്നത്, പിന്നെ ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ല വിശപ്പുണ്ട്. ഞാൻ വിശന്ന് തളർന്ന് അപ്പോൾ ഫുഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഫുഡ് വന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് ശേഷം ഫുഡ് വന്നിരിക്കുന്നു ഗൈസ്. മന്തിയാണ് ഞാൻ ഓർഡർ ചെയ്തത്. പിന്നെ എക്സ്ട്രാ ഒരു അൽഫാം എക്സ്ചേഞ്ച് ചെയ്തതാണ് ഞാൻ. ആക്ച്വലി ചിക്കൻ മന്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് എക്സ്ചേഞ്ച് ചെയ്ത്, അവന് ചിക്കൻ എടുത്ത് ഞാൻ അൽഫാം എടുത്ത്, അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത്. പിന്നെ അതിൻ്റെ കൂടെ ഒരു കുബൂസ് കിട്ടി, പിന്നെ കേരള വീറ്റ് പൊറോട്ട, പിന്നെ മയോണീസ് ഉണ്ട്, ഗ്രീൻ ചട്നി ഉണ്ട്, പിന്നെ ഇതെന്തായിരുന്നു കറി? വെജ് കുർമ. അവൻ ചെറിയൊരു പോർഷനാണ് പറഞ്ഞത്, പക്ഷേ ഇവർ വലിയ ക്വാർട്ടർ പോർഷൻ പറഞ്ഞിട്ട് ഹാഫ് പോർഷൻ എടുത്തെന്ന് തോന്നുന്നു. ഐ തിങ്ക് കുറേ ഉണ്ട്, അതിപ്പോൾ പാർസൽ കൊണ്ടുപോകേണ്ടി വരും. ഇതൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത്. ഇനി കഴിക്കാൻ ഗൈസ്. എൻ്റെ വ്ളോഗ് എടുപ്പ് കൊണ്ട് കഴിക്കാനെല്ലാം വളരെ ലേറ്റാവുന്ന വെച്ച് ഇത് തന്നെയാണ്. ഞാൻ ഫുഡ് വന്നാൽ ചില സമയത്തെല്ലാം വീഡിയോ എടുക്കാൻ മറന്നു, പക്ഷേ ഇത് ഞാൻ ഓർമ്മിച്ച് വെച്ച് മറന്നുപോറ് ആദ്യം വീഡിയോ എടുക്കണം എന്നുള്ളത് ഞാൻ ഓർമ്മിച്ച് ഒക്കെ ചെയ്ത്. ചില ആളുണ്ടല്ലോ ഫുഡ് വന്നു കഴിഞ്ഞാൽ മറന്നു പോകും എല്ലാം വീഡിയോ എടുക്കേണ്ടതെല്ലാം. ഞാൻ കഴിച്ചിട്ട് എങ്ങനെയുണ്ട് എന്ന് ഞാൻ പറയാം. ഇവിടെ ഉണ്ട് അൽഫാം മന്തിയും എല്ലാം ടൈപ്പ് ഓഫ് മന്തി ഉണ്ട്. പക്ഷേങ്കിൽ എനിക്കൊന്ന് രാത്രി ലേറ്റ് ആയതുകൊണ്ടെന്ന് തോന്നുന്നു അവർ ചിക്കൻ മന്തി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചിക്കൻ മന്തി കഴിക്കില്ല, എനിക്ക് അൽഫാം മന്തി തന്നെ വേണം. അതുകൊണ്ട് എന്ത് ചെയ്ത് ചിക്കൻ മന്തി വാങ്ങി ഒരു അൽഫാം ക്വാർട്ടർ പോർഷൻ വാങ്ങി ഒരു എക്സ്ചേഞ്ച് ചെയ്തു. ബുദ്ധി കഴിച്ചു നോക്കാം. വിഷയം സീനടാ, സൂപ്പർ സാധനം. ഒരു രക്ഷയില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇവൻ ഓർഡർ ചെയ്ത ഇവൻ്റെ പൊറാട്ടയും വെജ് കുറുമ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കഷ്ണം പൊറാട്ട എടുത്ത് സീനും രക്ഷയില്ല. നല്ല കറി, നല്ല സൂപ്പർ കറി കേട്ടോ.
അങ്ങനെ മന്തിയെല്ലാം തട്ടിയിട്ട് വന്നു ഗൈസ്. മന്തിയെല്ലാം കഴിച്ചു, വയറ് ഫുൾ ഫില്ലായി. ഇനി കുറച്ചൊന്ന് ഇരുന്ന് വെള്ളമെല്ലാം കുടിച്ചൊരൊറ്റ കിടത്തം. നമ്മളൊരിക്കലും വയറ് ഫുള്ളാക്കിയിട്ട് കിടക്കാൻ പാടില്ല. അപ്പോൾ കുറച്ചൊന്ന് ഇരുന്ന് ഇനി പോയിട്ട് കിടക്കണം. നാളെ ഡ്യൂട്ടിക്ക് പോകണം, അതുകൊണ്ട് ഇന്നിപ്പം പോയിട്ട് കിടക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ ഈ ഒരു ചെറിയ വ്ളോഗ് എനിക്ക് തോന്നുന്നത് വലിയ വ്ളോഗായിപ്പോയി. അത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് ഇപ്പം കറക്റ്റ് മനസ്സിലാവുക. അപ്പോൾ വലുതായാലും ചെറുതായാലും എൻ്റെ ഈ ഒരു വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വ്ളോഗുമായിട്ട് ഞാൻ വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.